Welcome back again, guys. രാവിലെ എണീറ്റിട്ടുണ്ട്. സമയം ഇപ്പം 5:25 കേട്ടോ. അപ്പോൾ ബാഗെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാപ്പി കുടിക്കാൻ പോവുകയാണ്. കാപ്പി എന്ന് പറയുന്നത് പുട്ട്, പപ്പടം, ചായയാണ് കേട്ടോ. പപ്പടം, പുട്ടും ഉണ്ട്. പിന്നെ ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചായ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഞ്ഞി വയ്ക്കുകയാണ് കേട്ടോ. ഗ്യാസ് തീർന്ന് ഗ്യാസിന് ഓർഡർ ചെയ്ത് ഇപ്പോൾ ഉടനെ ഒന്നും കിട്ടൂലെന്നാണ് പറയുന്നത്. കഴിക്കാൻ പോവുകയാണ്. നല്ല ചൂട് പുട്ടാണ് കേട്ടോ. ഇപ്പം തണുത്ത് അതല്ല, അടിപൊളി പപ്പടം ഇങ്ങനെ എടുക്കണം, ഇങ്ങോട്ട് വയ്ക്കണം വെച്ചിട്ട്. ചൂടുണ്ട് കേട്ടോ. സൂപ്പർ. അപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് 11 to 3 വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് 11 to 3 11 to 3 6 ഓവർ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 97 ഇന്നത്തെ ഇൻസെൻറ്റീവ്. പിന്നെ ഇന്നലെ അത് 146 രൂപയായിരുന്നു. 6 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 146 രൂപ കിട്ടും. ഇന്ന് 97 കുറച്ച് കേട്ടോ. നാളെ പിന്നെയും കൂട്ടും. ഇന്നിപ്പോൾ പിന്നെ ഹോട്ടലിൽ നിന്നും ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് വിറവടുപ്പിൻ്റെ സെറ്റപ്പാണ്. നമ്മളെ ഹോട്ടൽ ചിന്നൂസ് ഉണ്ട്, നമ്മളെ കേശവസുരത്ത്. അവിടെ മെനിയാൻ ചെന്ന് കണ്ണ് നീറി ഊപ്പാട് വന്ന് ഭയങ്കര പുകയായിരുന്നു കേട്ടോ. വെളിയിൽ വെച്ചാണ് പാചകം. അവിടെ നിന്ന് നീറി ഒരു പരുവായിരുന്നു വെളി ഇറങ്ങി. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിച്ചത് ഓൾഡ് സ്കൂളാണ് കേട്ടോ. കഫേ ഇവിടെ തൊട്ടടുത്താണ്. ഒരു 400 മീറ്ററേ ഉള്ളൂ. പക്ഷേ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫുഡ് റെഡി ആയിട്ടില്ല കേട്ടോ. സമയം എടുക്കും, നല്ല സമയം എടുക്കും കേട്ടോ. പക്ഷേ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് 0073. പക്ഷേ ഐറ്റം എടുത്തിട്ടുണ്ട്. സ്ക്രാമ്പിൾഡ് എഗ്ഗും ഗ്രിൽഡ് സോസേജും ആണ് കേട്ടോ. ഏകദേശം ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നേരെ കൊടുക്കാനുള്ളത് ഹീര കാസ്റ്റിലാണ് കേട്ടോ, പട്ടത്ത്. അപ്പം ഇവിടെ നിന്ന് 850 മീറ്ററേ ഉള്ളൂ. നേരെ വെച്ച് പിടിക്കാം കേട്ടോ. എമൗണ്ട് ചെറിയ എമൗണ്ടാണ്. പക്ഷേ ഏകദേശം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി വയ്ക്കാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇവിടെ കേട്ടി കൊടുക്കണോ? കൊടുക്കണോ? അപ്പോൾ കസ്റ്റമറിനെ വിളിക്കേണ്ട ആവശ്യമില്ല. അവനെ ഫ്രണ്ട് വെച്ചിട്ട് ഫോട്ടോ എടുത്താൽ മതി. കൂടുതൽ ഫോട്ടോ എടുത്താൽ മതി കേട്ടോ. ഏകദേശം 20 രൂപയാണ് കിട്ടിയത്. ഇപ്പോൾ അടുത്ത ഓവർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓവർ എന്ന് പറയുമ്പോൾ സുപ്രീം ബേക്കറിയാണ് കേട്ടോ. ഇത് ലോങ് ആണെന്നാണ് തോന്നണം. ഏകദേശം ഫൈനലി നമ്മൾ സുപ്രീം ബേക്കറി എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി പാർക്ക് ചെയ്യണം കേട്ടോ. ക്ലോസ് ചെയ്ത് കയറിയിട്ടേ ഇതോട്ട് കയറിയിട്ട് പാർക്ക് ചെയ്യണം. ഓക്കെ, വേറെ വണ്ടിയൊന്നുമില്ല, കയറി പോവാം. നൈസായിട്ട് കയറി പോകണം കേട്ടോ. ഓക്കെ, ഫുഡ് റെഡിയായി. കറക്റ്റ് ടൈം. ഹൈ 0640 0640 0640.
ഓക്കെ ഗൈസ്, അപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു മലയാളി എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഐറ്റം എന്ന് പറയുന്നത് അവിയൽ, വറുത്തരച്ച തീയൽ, സേമിയ പായസം, കേക്കുമാണ് കേട്ടോ. നല്ല കോമ്പിനേഷൻ. ഏകദേശം കൊടുക്കാനുള്ളതെന്ന് പറയുന്നത് നികുഞ്ചം ഐ പാർക്ക് അപ്പാർട്ട്മെന്റ് ആണ്, കഴക്കൂട്ടം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇവിടുന്ന് 14 കിലോമീറ്റർ ഉണ്ട്. ലോങ് ഓർഡറാണ്. എമൗണ്ട് കുറവ് കേട്ടോ. ഒരു 150 കിട്ടി, 115 112 കണ്ട് തന്നെ കൊടുത്തേക്കണേ. കറക്റ്റ് അറിഞ്ഞൂടാ, നേരെ വെച്ച് പിടിക്കാം. കഴക്കൂട്ടത്ത് അടിച്ച് ഉറപ്പായിട്ടും കഴക്കൂട്ടം അവിടെ ഇട്ട് ഓട്ടിക്കും, ഉറപ്പാണ്, 100% ഉറപ്പാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, കഴക്കൂട്ടത്ത് അടിച്ചാൽ പിന്നെ നമ്മളെ റിട്ടേൺ നെടുവങ്ങാട്ടോടെ കിട്ടിയ കൊള്ളാം കേട്ടോ. നിലപാട് പഴ ഉറ്റിയ അല്ലെ വെഞ്ഞാറം മുഴാലും കുഴപ്പമില്ല. തിരിച്ച് ഇങ്ങോട്ട് അടിക്കാൻ ചാൻസ് കുറവാണ്. പൊതുവെ അങ്ങോട്ട് ചിലപ്പോൾ ലുലുമാൾ ആ ഭാഗത്തോടെ അടിച്ചു വിടും കേട്ടോ. എന്തായാലും നമുക്ക് ഓർഡർ കിട്ടിയാൽ മതി, നമ്മൾ പെട്ടെന്ന് പോവാം. കഴിക്കാൻ വല്ല വാങ്ങിക്കണം കേട്ടോ. സമയം എന്ന് പറയുന്നത് 11:56. 11 to 12 അപ്പോൾ 2 ഓവർ അടിച്ചിട്ടുണ്ട്. ഈ വെയിൽ എന്നെങ്കിലും വെയിൽ പോകുന്നു. മഴ പെയ്യും എന്ന് പറഞ്ഞാൽ ഭയങ്കര കോളെടുത്തിരിക്കുക, പെയ്യൂല. പെയ്തിരുന്നെങ്കിൽ മണ്ണൊന്ന് തണുത്തന്നെ. ചെറിയ മഴ പെയ്തിട്ട് കാര്യമില്ല, നല്ല മഴ വേണം. നല്ല മഴ പെയ്താൽ മാത്രമേ മണ്ണി പിടിക്കുള്ളൂ, അല്ലെങ്കിൽ ഒടുക്കത്തെ ചൂടായിരിക്കും. ചെറിയ ചൂടുണ്ടെങ്കിൽ, മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ചൂടായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം ഇവിടുന്ന് റൈറ്റാണ് കയറാനുള്ളത് കേട്ടോ. ഒട്ട റൂട്ട് വഴിയാണ് പോകാനുള്ളത്. ഗൈസ്, അപ്പോൾ കഴക്കൂട്ടത്ത് പോണ ഭാഗത്ത് കണ്ടാണ് കേട്ടോ. 2 സൈഡ് റോഡാക്കിയിട്ട് നടുക്കൂടെ എല്ലാം പൊളിച്ചു വരിയിട്ടേക്ക്. ഇത് വൻ അപകടമാണ് കേട്ടോ ഈ സാധനം. ഒരു ഡിവൈഡറ ഒരു സാധനം വെച്ചിട്ടില്ല, ചുമ്മാ ഇടിച്ചു പൊളിച്ച് അങ്ങിട്ടേക്ക് കേട്ടോ. സെന്റർ മാത്രം അങ്ങനെ ഇട്ടിട്ട് 2 സൈഡ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്ക് കേട്ടോ. ഭയങ്കര അപകടമാണ് ഈ സാധനം. ഇങ്ങനെ ഇട്ടുകൂടാ. ഒന്നേ അത് റിഫ്ലക്ടറോ വല്ലതും വയ്ക്കണം, അല്ലാതെ ഇങ്ങനെ അങ്ങ് അറ്റം വരെ ഇതുപോലെ തന്നെ ഇട്ടേക്ക് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് 6.1 കിലോമീറ്റർ ഉണ്ട്. കുറെ നേരം കൊണ്ട് ചവിട്ടി ഉരുട്ടാണ് കേട്ടോ. ഇവിടെ റോഡ് ചെറുതായോണ്ടാ ഇപ്പൊ ഇതുവരെ ഉള്ളു കേട്ടോ. ഇനി അങ്ങോട്ടില്ല. ഇപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കൊടുക്കാൻ കേട്ടോ, നികുഞ്ചം ഐ പാർക്ക്. ആരുമില്ല കേട്ടോ. ഇവിടെയാണ് എല്ലാം വണ്ടി വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ വയ്ക്കാം. ഇപ്പോൾ 15D ആണ് കേട്ടോ. ഇപ്പോൾ ഈ കാർഡ് കാണിച്ചാലേ പോവുള്ളൂ കേട്ടോ. കാർഡ് കാണിച്ചാലേ ഇത് സ്കാൻ ആവുള്ളൂ കേട്ടോ. മേലോട്ട് പോകും. പതിനഞ്ച് ഡി അവിടെ വരാം. ഗൈസ്, ഇപ്പോൾ കഴക്കൂട്ടത്തിൻ്റെ വ്യൂ ഉണ്ടോ? ആടിപ്പൊളി കേട്ടോ. എൻ്റെ എന്തൊരു ഭംഗി. അത് ഹൈവേ, നമ്മളെ മെയിൻ ഹൈവേ. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ചുമ്മയല്ല, തേങ്ങയിലെ നാട്ടെന്ന് പറയണത്. ഇഷ്ടംപോലെ തെങ്ങ്. ഇവിടെ നോക്കിയാൽ വ്യക്തമായിട്ട് കാണാം, ഇഷ്ടംപോലെ തെങ്ങ് കേട്ടോ.
പക്ഷെ എൻ്റെ പൊന്ന് ഗൈസ്, അപ്പോൾ 132 രൂപ 80 പൈസയാണ് കിട്ടിയത് കേട്ടോ. അങ്ങോട്ട് പോവാം, അടിക്കും, ഉടനെ അടിക്കും. 15 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ, 132 രൂപ കിട്ടിയുള്ളൂ. ചില സമയത്ത് തോനെ കിട്ടും കേട്ടോ പൈസ, 150 പ്ലസ് ഒക്കെ കിട്ടും. എങ്ങനെയാണ് പോകണത്? ഇതിലായിരിക്കും പോകണം. അയ്യോ, ഞാൻ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് വഴി തെറ്റിപ്പോകും കേട്ടോ. സംഭവം ഇങ്ങോട്ട് എന്നെയുണ്ടോ അറിഞ്ഞൂടാ, നമുക്ക് നേരെ കയറാം. വേറെ വണ്ടി പോണ കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത് കേട്ടോ. പണിയാവൂന്ന് വെച്ചാൽ വഴി തെറ്റി പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു മുമ്പേ ഒരു വണ്ടി പോണ്, അതുകൊണ്ടാണ് ഞാനും കയറി പോണ കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി. അവിടെ ചെന്ന് ഇറങ്ങാൻ പറ്റുമോ അതിന് തിരിച്ചു വരണോ? എന്തായാലും പാടാ, ദൈവത്തിന് മാത്രം അറിയാം. നമ്മള് മാത്രമുണ്ട് കേട്ടാ, നമ്മള് മാത്രമുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു വണ്ടി പോണ്, വേറെ വണ്ടി എന്ന് പറഞ്ഞില്ല. എന്താണ് സംഭവം എന്ന് അറിഞ്ഞൂടാ. ഇനി അവിടെ ഇറങ്ങാൻ പറ്റൂലെങ്കിൽ എന്നെ അവിടെ തിരിച്ചു വരണം കേട്ടോ ഇങ്ങോട്ട്. ഭാഗ്യം ഇറങ്ങാൻ പറ്റും കേട്ടോ. വേറെ വഴിയില്ല, വേറെ വഴി എനിക്ക് അറിഞ്ഞൂടാ. അറിയാന്നുള്ള വഴിയല്ലേ പോകാൻ പറ്റൂ. വീട്ടിലെ റോഡ് കേട്ടോ, നല്ല വീതിയുണ്ട് ഇവിടെ, ഫുള്ള് പൊളിക്കും. കേസപ്പോ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ എന്ന് പറയുമ്പോൾ അൽമന്തിയാണ് കേട്ടോ. സോറി, മന്തി മനസ്സിലാണ്, മന്തി മാൻസിൽ. ഓക്കെ, അമ്പലക്കര കഴക്കൂട്ടൊന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് 1.7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഭയങ്കര തിരക്ക് കേട്ടോ. അയ്യോ, ഒരു സഹിക്കാൻ വയ്യ. എന്ന് കയറിക്കോട്, ഒരുപാടേ കാണിക്കുന്നു. ഓക്കെ, ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഇതിലെ പോയാൽ നേരെ കഴക്കൂട്ടം കയറും. കോഫി പൂവായിട്ട് പാടി തന്നെ കേട്ടോ. ഓക്കെ, സെറ്റ്, രക്ഷപ്പെട്ടു, ഒരുവിധം രക്ഷപ്പെട്ടു. ആകുമ്പോൾ ഇല്ല, റോഡ് വഴി കയറിപ്പോയാൽ മതി കേട്ടോ. ഇന്ന് കയറി നേരെ 1.7 കിലോമീറ്റർ ഉണ്ട്. മന്തി മനസ്സിൽ നിന്നാണ് കടയിലെ പേര്. എന്തായാലും അടിപൊളി കേട്ടോ, സൂപ്പർ പറഞ്ഞാൽ പക്ക. ഇങ്ങനെ വേണം. ഇത് ഇത്രയും പോരാ, ഇത് ഫുള്ള് ഫർണിഷ് ആയിട്ടില്ല, ഫുള്ള് ചെയ്തിട്ടില്ല. എങ്കിലും അടിപൊളി കേട്ടോ, കൊള്ളാം. നല്ല അടിപൊളി ഹൈവേ. ഒരു എണ്ണ കൂടെ അടിച്ചിട്ട് പോയല്ലേ. അപ്പം കടലാണ് കേട്ടോ, കടല്. അതുകൊണ്ട് പെട്രോൾ അടിക്കണ്ട. പെട്രോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അടിക്കാം. ഈ ഓർഡർ കൊണ്ട് കൊടുത്തില്ലല്ലേ, പെട്ടെന്ന് കൊണ്ട് കൊടുത്തേ പറ്റുള്ളൂ. കൊടുത്തില്ലെങ്കിൽ ക്യാൻസലാവും, ഇൻസെൻറ്റീവും തേങ്ങാ കൊലയെല്ലാം പോകും. ഓക്കെ ഗായ്സ്, പെട്ടെന്ന് പോവാം. പെട്രോളൊക്കെ ഉണ്ട്, അപ്പം നേരെ വെച്ച് പിടിച്ചാൽ മതി. 1.2 കിലോമീറ്റർ ഉണ്ട്. ഫുഡ് റെഡി ആയി കേട്ടോ. ഇപ്പം വന്ന് ചില ഓർഡറിന് പെട്ടെന്ന് റെഡിയാവും. എന്താണെന്ന് അറിഞ്ഞൂടാ ഗായ്സ്. അപ്പോൾ ഒരു ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഡബിളായിരുന്നു കേട്ടോ, പക്ഷേ 2 ഹോട്ടലാണെന്നാണ് തോന്നണേ. $15.70. രണ്ടെണ്ണോ? ഏകദേശം ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് ചിക്കൻ മന്തിയാണ് കേട്ടോ. ചിക്കൻ മന്തി ക്വാർട്ടറാണ്. 2 പാഴ്സൽ വെച്ചിങ്ങനെ. എല്ലായിടത്തും വിറവ് ചെയ്യുന്ന കേട്ടോ. ഗ്യാസിൻ്റെ പ്രശ്നമായതുകൊണ്ട് എല്ലായിടത്തും വിറവ് ചെയ്യുന്നത്. നല്ല അടിപൊളി കവർ കേട്ടോ, നോക്കിക്കണേ. അവരേതായാലും പ്രിൻ്റ് ചെയ്തതന്നെ, അവരെ കടയിലെ പേര് വെച്ച് പ്രിൻ്റ് ചെയ്ത. ഗൈസ്, അപ്പോൾ രണ്ടാമത്തെ ഓർഡർ എടുക്കാനുള്ളത് അൽ അറബിയ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. ഇത് അടുത്തങ്ങനെ തന്നെ ഉണ്ടോ? അടുത്താണെങ്കിൽ സാധാരണ. ഗൈസ്, അപ്പോൾ 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. $46.67.
എടുത്തേ 46-67. പക്ഷേ ഐറ്റം എന്ന് പറയുന്നത് 2 ബീഫ് കറിയാണ് കേട്ടോ. 2 ബീഫ് കറിയാണ്. ഏകദേശം അയച്ചെടുത്തിന് നമ്മൾ ആഞ്ചിലി ചക്ക വയ്ക്കുന്ന കേട്ടോ ഇവിടെ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ കൊടുക്കാനുള്ളത് കാര്യവട്ടം എന്നങ്ങാണ്ട് തന്നെ കൊടുത്തിരുന്നു കേട്ടോ. കാര്യവട്ടമാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടല്ല, തിരിച്ചാണ് പോകാനുള്ളത് കേട്ടോ. പെട്ടെന്ന് ഇവിടുന്ന് യൂട്ടേൺ എടുക്കാൻ പറ്റൂല. അയ്യോ, പണിയെന്ന് പറഞ്ഞാൽ നല്ല ഉശിരം പണിയായിരുന്നു കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. കയറി പോവാം, റൈറ്റ് കയറാം. ഓക്കെ, സെറ്റ്. നമ്മളുടെ ഒരു കളിയല്ലേ. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകണം. ഓക്കെ, ഗൈസ്, അപ്പോൾ നേരെ പോകാൻ വെച്ച് പിടിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1.1 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ സവാള വാങ്ങിക്കാം. സവാള 5 കിലോ 100 രൂപ കേട്ടോ. സവാള 5 കിലോ 100 രൂപയാണ്. ആഹാ, നല്ല അടിപൊളി തണ്ണിമത്തൻ കേട്ടോ. എന്തൊരു കളറെന്ന് നോക്കിയാണ്. കളറ് ചിലർ പറയുന്നത് കളറ് ചേർക്കണയാണ് കേട്ടോ. അങ്ങനെ ചേർക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ചേർത്താൽ അവർക്ക് മുതലാവില്ല. രണ്ടാമത്തെ കാര്യം, ഈ തണ്ണിമത്തൻ മുറിക്കാതെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുത്തി വെച്ചാൽ അത് ഇല്ലാതായി പോവും. 1-2 ദിവസം അയണിച്ചൊക്കെ ഇരിക്കും കേട്ടോ. സൂപ്പർ സാധനം. ആംബുലൻസ് പറഞ്ഞു ഈ അണ്ണ ഈ റോഡിൽ കയറി വയ്ക്കും. ബെസ്റ്റ്. ആംബുലൻസ് പറഞ്ഞു കേട്ടോ. സ്കൂൾ ബസ് അവിടെ കയറി. എമർജൻസി ആയിട്ടൊക്കെ പോകണതാണ്. അല്ലെങ്കിൽ സ്കൂൾ ബസ്സിന് പിന്നെ കിളിയായിട്ട് ഒരാളെ കൊണ്ട് നിർത്തണം അല്ലേ. നിർത്തിയിട്ട് അവർ സൈഡ് പറഞ്ഞു കൊടുത്തിട്ട് കയറണം. അതാണ് നല്ലത്. അല്ലാതെ ഈ ഒറ്റാൾ ഡ്രൈവിങ് കൊണ്ട് നടന്ന ഏകദേശം ഇവിടുന്ന് ലെഫ്റ്റ് അകത്തോട്ടാണ് പോകുന്നത് കേട്ടോ. ഏതോ ഒരു അമ്പലത്തിൻ്റെ ഉത്സവം നടക്കുന്നു. ശ്രീ ചാമുണ്ഡി ക്ഷേത്രമാണ്. ഓക്കെ ഗൈസ്, ഇവിടുന്ന് ലെഫ്റ്റ് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ചാമുണ്ഡി ഗൈസ്, ഫൈനൽ ലൊക്കേഷൻ എത്തി. ഒരു 46-67 കേട്ടോ. ശരിയാ ഗൈസ്, അപ്പോൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എമൗണ്ട് അറിയാൻ പറ്റൂല കേട്ടോ. 2 ഓർഡർ കംപ്ലീറ്റ് ചെയ്താലേ എമൗണ്ട് അറിയാൻ പറ്റുള്ളൂ. അടുത്തത് ലോങ് ആണ് കേട്ടോ. ലോങ് ആണ് പോകാനുള്ളത്. ഏകദേശം അപ്പോൾ അടുത്ത ഓർഡർ കൊടുക്കാനുള്ള ലക്ഷ്മി നഗർ പട്ടമാണ് കേട്ടോ. പട്ടത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് 8.6 കിലോമീറ്റർ ഉണ്ട്. തിരിച്ച് റിട്ടേൺ കിട്ടി കേട്ടോ. ഓ, രക്ഷപ്പെട്ടു മോനെ, രക്ഷപ്പെട്ടു. കഴക്കൂട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പിന്നെ പോത്തങ്കോട് വഴി വെമ്പായം വഴി അങ്ങ് കറങ്ങി പോകേണ്ടി വരും. നെടുമങ്ങാട് കയറി. ഇതാകുമ്പോൾ സമയം എന്ന് പറയുന്നത് 1:06 കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഏകദേശം ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടിയത് 131 രൂപ 42 പൈസയാണ് കേട്ടോ കിട്ടിയത്. ഏകദേശം ഒരു നെയ്യപ്പോൾ ഒരു സമൂസ വാങ്ങിച്ചു കേട്ടോ. 24 രൂപ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ഉച്ചക്കത്തെ ലഞ്ച്. ഏകദേശം നമുക്ക് അടുത്ത ഓർഡർ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഓർഡറാണ് കേട്ടോ. ലാസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയട റെസ്റ്റോറൻ്റ് ആണ്, പേരുകുട. ഇവിടെ വണ്ടി വയ്ക്കുന്നത് കേട്ടോ. സ്റ്റൈൽ വരിക. ഫുഡ് റെഡിയായ അപ്പോൾ ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഫിഷ് ഫ്രൈയും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഹാഫാണ് കേട്ടോ. ഒരു ഫിഷ് ഫ്രൈ ഹാഫും ഒരു ചിക്കൻ ഫ്രൈ ഹാഫും കേട്ടോ. നമ്മളെ ലാസ്റ്റ് ഓർഡറാണ്.
ഏസപ്പ കൊടുക്കാനുള്ള കുരുവിക്കാടാണ് കേട്ടാ. കുരുവിക്കാട് വട്ടിയൂർക്കാവ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് കറക്റ്റ് 5.5 കിലോമീറ്റർ ഉണ്ട്. നേരെ റൈറ്റ് കയറിയിട്ട് യൂ ടേൺ എടുത്ത് പോകാം കേട്ടോ. ഓ യൂ ടേൺ എടുക്കാൻ പറ്റുമോ? ഇറാനി റെസ്റ്റോറൻറ്റ് എത്തി. റൈറ്റ് സൈഡ് കാണുന്നതിന് ഇറാനി റെസ്റ്റോറൻറ്റ്. അയ്യേ ഇങ്ങനെ കയറി വന്നാൽ എന്ത് ചെയ്യാൻ? ഓക്കെ, അപ്പൊ നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ കയറി പോയാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ശരി എന്നാ. അപ്പൊ കറക്റ്റ് 5.5 കിലോമീറ്റർ ഉണ്ട്. കേരള സർക്കാർ റവന്യൂ റിക്കറിങ് റിട്ടേണിങ് ഒഫൻസ് ലാഭം എന്തായിരുന്നു എഴുതിക്കുന്നത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഗായ്സ് നമുക്ക് ഇവിടുന്ന് റൈറ്റ്. അയ്യോ സിഗ്നലുണ്ട് കേട്ടോ. ശേ, ഗായ്സ് നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ക്യാഷ് ആണോ ഗൂഗിൾ പേ ആണോ? ഓ ഉണ്ടോ? ഓ ഓ ചെറിയ ചാനലുണ്ട്. ചാനലിന്റെ പേര് ട്രാവൽ ഈറ്റ് വിത്ത് ഗോകുൽ. ഓ ഓ അപ്പോൾ ഓവർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഓവർ കൊടുത്ത സമയം എന്ന് പറയുന്നത് 2:54 കേട്ടോ. അപ്പോൾ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 52 രൂപ 73 പൈസ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മളെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. വിശന്നിട്ട് വയ്യ കേട്ടോ. ഗൈസ് നമുക്ക് ഇന്നലെ നമുക്ക് ടോട്ടൽ കിട്ടിയത് 819 രൂപ 42 പൈസയാണ്. 13 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 722 രൂപ ഓർഡർ ഏണിങ്സും പിന്നെ 97 രൂപ ഇൻസെൻറ്റീവ് പേ ആണ് കേട്ടോ. 11-3 6 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 97 രൂപ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അത്യാവശ്യം ഓവർ ഉണ്ടായിരുന്നു. ലോങ് ഓവറാണ് കിട്ടിയത്. കാടുകൂട്ട ഭാഗത്തൊക്കെ 2-3 ഓവർ ഡബിളായിട്ട് അടിച്ചു കേട്ടോ. മൾട്ടി പിക്കപ്പ് കിട്ടി. ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യാം. ബൈ.